ഇന്ത്യ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റും സേനയും ചർച്ചയാകുന്നതിനോടൊപ്പം ഒരു ഹിന്ദി പാട്ടും ശ്രദ്ധേയമാവുകയാണ്. അത്താഴ വിരുന്നിനെത്തിയ ഇന്തോനേഷ്യൻ പ്രതിനിധികൾ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ബോളിവുഡ് ഗാനമായ കുച്ച് കുച്ച് ഹോത്താ ഹേ ആലപിച്ച വീഡിയോ. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. സ്യൂട്ടുകളും പരമ്പരാഗത ഇന്തോനേഷ്യൻ ശിരോവസ്ത്രമായ സോങ്കോക്കും ധരിച്ചാണ് മന്ത്രിമാരെത്തിയത്. 1998 കരൺ ജോഹർ സംവിധാനം ചെയ്ത കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, അൽക്കായ് യാഗ്നിക് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് മുതിർന്ന ഇന്തോനേഷ്യൻ മന്ത്രിമാർ രാഷ്ട്രപതി ഭവനിൽ അവതരിപ്പിച്ചത്. ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇന്തോനേഷ്യ അംഗീകരിച്ചത് ഇന്ത്യൻ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ഇന്തോനേഷ്യയുടെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ത്യ സംഭാവന ചെയ്ത മണ്ണിലാണ് റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യയുടെ എംബസി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ആഴത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നത് പറയാതെ തന്നെ മനസ്സിലാകും. ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് സുകാർണോ ആയിരുന്നു മുഖ്യാതിഥി. 75 വർഷം പൂർത്തിയാക്കുന്ന ഈ ചരിത്ര ദിനത്തിൽ വീണ്ടും ഇന്തോനേഷ്യ പ്രതിനിധികൾ എത്തി എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യത്തെ പിന്തുണച്ചവരിൽ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നായിരുന്നു നമ്മുടെ ഭാരതം. സാമ്പത്തിക സഹായവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിച്ച് പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് പിന്തുണ ഏകിയത് ഇന്ത്യൻ നേതാക്കളായിരുന്നു. ചരിത്രത്തിൽ ആദ്യമാണ് ഇന്തോനേഷ്യൻ സൈന്യം രാജ്യത്തിന് പുറത്ത് ഒരു സൈനിക പരേഡിൽ പങ്കെടുക്കുന്നത്. 190 പേരടങ്ങുന്ന മിലിറ്ററി ബാൻഡും 152 പേരടങ്ങുന്ന മാർച്ചിംഗ് സംഘവുമാകും കർത്തവ്യ പഥിൽ മാർച്ച് ചെയ്തത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് നേരത്തെ പറഞ്ഞതുപോലെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുസ്ഥിരമായി തുടർന്നു പോരുന്നത് കൊണ്ട് തന്നെ ആഭ്യന്തര ചർച്ചകളിലൊന്നും ഇന്തോനേഷ്യയുടെ പേര് അധികം ഉയർന്നു കേൾക്കാറില്ല. ഒരു മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ അതിന്റെ ഹൈന്ദവ പാരമ്പര്യത്തെ ഇന്നും ബഹുമാനിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അവരിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്തോനേഷ്യയിലെ ഹൈന്ദവ പാരമ്പര്യത്തിന് 2 സഹസ്രാബ്ദത്തിലേറെ പഴക്കമുണ്ട്. ഇന്തോനേഷ്യൻ ദ്വീപുകളിൽ ജാവനീസ്, ബാലനീസ് മതങ്ങൾക്കൊപ്പം ഹിന്ദുമതവും പ്രചാരത്തിലുണ്ടായിരുന്നു. ശ്രീവിജയ, മജാപഹിത് സാമ്രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് മുസ്ലിം സമൂഹത്തിന്റെ വരവിനും പിന്നാലെ ഹിന്ദുമതം ബാലിദ്വീപ് പോലുള്ള കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുകയായിരുന്നു. ഇന്തോനേഷ്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യ ഉള്ളത് ബാലിദ്വീപിലാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായാണ് ഇന്തോനേഷ്യ അറിയപ്പെടുന്നത്. എങ്കിലും ഇന്തോനേഷ്യൻ സമൂഹത്തിൽ ഹിന്ദുമതത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. ഹിന്ദു ദൈവങ്ങൾ ഇപ്പോഴും ഇന്തോനേഷ്യയിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നുണ്ട്. രാമായണത്തിനും മഹാഭാരതത്തിനും ഇന്തോനേഷ്യക്കാരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇന്തോനേഷ്യക്കാർ അവ വിശുദ്ധ ഗ്രന്ഥങ്ങളായാണ് കണക്കാക്കുന്നത്. സെൻട്രൽ ജക്കാർത്തയിലുള്ള അർജുന്റെ വിജയരഥ പ്രതിമയും ജലധാരയും കണ്ടാൽ ഇക്കാര്യം വ്യക്തമാകും. ശ്രീകൃഷ്ണൻ നയിക്കുന്ന രഥത്തിൽ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന അർജുനെയാണ് ഈ പ്രതിമയിൽ കാണുന്നത്. ഇനി രാമായണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഇന്തോനേഷ്യയിൽ ഇന്നും ഏറ്റവും പ്രചാരത്തിലുള്ള പേരുകളിൽ ഒന്നാണ് സീത. സദ്ഗുണസമ്പന്നയായ സ്ത്രീ, ദേവി എന്നൊക്കെയാണ് ഈ പേരിന്റെ അർത്ഥം. രാജ്യത്തെ ചില സമൂഹങ്ങൾ ശിവലിംഗം സ്ഥാപിച്ച് ശിവനെ ആരാധിച്ചിരുന്നു എന്നതിന് ഇന്തോനേഷ്യയിലെ ചില പ്രദേശങ്ങളിൽ നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്നും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ശിവലിംഗം, പാർവതി ദേവിയുടെ വിഗ്രഹം, കാർത്തികേയ വിഗ്രഹം, ഗണേശ വിഗ്രഹം തുടങ്ങിയവയെല്ലാം ഖനനം ചെയ്തപ്പോൾ ലഭിച്ചിട്ടുമുണ്ട്. ഇന്നും ഹിന്ദു ഭൂരിപക്ഷമായ ബാലിയിൽ പോയാൽ ഇന്തോനേഷ്യയിലെ ഹൈന്ദവ ജീവിത രീതികൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന ക്ഷേത്രമായ പ്രംബനൻ ക്ഷേത്രം സന്ദർശിക്കാൻ ഒരുപാട് പേർ എത്താറുണ്ട്. ഇന്തോനേഷ്യയിലെ ഹൈന്ദവ സ്വാധീനം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇന്തോനേഷ്യയുടെ ദേശീയ വിമാനവാഹിനി കപ്പലിന് ഗരുഡ ഇന്തോനേഷ്യ എന്നാണ് പേര്. ഒരു പുരാണ പക്ഷിയാണ് ഗരുഡ എന്നറിയാലോ. നോട്ടുകളിൽ ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും ചിത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശത്തെക്കുറിച്ച് ഇന്ത്യയിൽ എപ്പോഴും ചർച്ചകൾ കൊഴുക്കുമ്പോഴും ഇന്തോനേഷ്യയിലെ 20,000 റുപ്യ നോട്ടുകളിൽ ഗണപതിയുടെ ചിത്രമുണ്ട് എന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സംസ്കൃത ഭാഷയോടും ഇന്തോനേഷ്യക്കാർക്ക് വലിയ ബഹുമാനമാണ്. ഇന്തോനേഷ്യൻ ഭാഷയിലെ ബഹാസ എന്ന വാക്ക് ഭാഷ എന്ന സംസ്കൃത വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റും ചില സംസ്കൃത വാചകങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം. ഇന്തോനേഷ്യ നാഷണൽ പോലീസ് രാഷ്ട്ര സേവാ കോട്ടമ, അതായത് രാഷ്ട്രത്തെ സേവിക്കുക. ഇന്തോനേഷ്യൻ ദേശീയ സായുധ സേനയ്ക്ക് ത്രിധർമ്മ ഏക കർമ്മ, അതായത് 3 സേവനങ്ങൾ ഒരേ ഒരു ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഇന്തോനേഷ്യൻ സൈന്യം കാർത്തിക ഏകപക്ഷി, അതായത് കൃത്യമായ ലക്ഷ്യങ്ങളുള്ളവർ. ഇന്തോനേഷ്യൻ നേവിക്ക് പറയുന്നത് ജലൈ സ്വേവ ജയമാഹെ, അതായത് കടലിലെ വിജയി. ഇന്തോനേഷ്യൻ വ്യോമസേനയ്ക്ക് പറയുന്നത് സ്വാഭുവന പക്ഷ, അതായത് മാതൃഭൂമിയുടെ ചിറകുകൾ. പല ഇന്തോനേഷ്യക്കാരും അവരുടെ മതം പോലും നോക്കാതെ വിഷ്ണു, സൂര്യ, ഇന്ദ്രൻ, ആര്യ, പുത്ര, ആദിത്യ, സീത തുടങ്ങിയ ഹിന്ദു പേരുകൾ മക്കൾക്ക് നൽകാറുണ്ട്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മത തീവ്രവാദത്തെയോ ആക്രമത്തെയോ രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു കാലത്ത് ഹൈന്ദവികതയുടെയും സനാതന ധർമ്മങ്ങളുടെയും ഈറ്റില്ലങ്ങളായിരുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ അതിൽ നിന്നൊക്കെ ഏറെ പിന്നോട്ട് പോകുമ്പോഴാണ് ഇന്തോനേഷ്യ ഇപ്പോഴും സനാതന ധർമ്മത്തെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായം ഇന്ത്യയുടെ പുരാതന സംസ്കാരവും പാരമ്പര്യവും പലപ്പോഴും മറന്നുപോകുന്നു. സൂര്യൻ എന്നർത്ഥമുള്ള അപ്താ
വഹാബ് എന്ന പേര് സ്വീകരിക്കാമെങ്കിൽ അതേ അർത്ഥമുള്ള ആദിത്യ എന്ന പേര് സ്വീകരിക്കാനാകാത്തത് എന്തുകൊണ്ടാണ്? വിജയ് എന്ന പേര് അംഗീകരിക്കാത്തവർ എങ്ങനെയാണ് ഫത എന്ന പേര് അംഗീകരിക്കുക? മിക്ക ഇന്ത്യൻ മുസ്ലിങ്ങളുടെയും പൂർവികർ ഹിന്ദുക്കളായിരിക്കും എന്നത് നിസ്സംശയം പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യാനന്തരമുള്ള നെഹ്റുവിയൻ മതേതരത്വം അവരെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തി. ഉത്തരേന്ത്യയിലുള്ള ഒരു പഞ്ചാബി ഹിന്ദുവിന് തമിഴ്നാട്ടിലെ ഒരു ഹിന്ദു ക്ഷേത്രം സന്ദർശിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള ഹിന്ദുക്കളുമായി ഒരു പ്രശ്നവും കൂടാതെ അവർക്ക് സമ്പർക്കം പുലർത്താം. എന്നാൽ പാകിസ്ഥാനിലെ ഒരു മുസ്ലിമിനോ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു മുസ്ലിമിനോ പഞ്ചാബിലെ ഹിന്ദുക്കളോടൊപ്പം സമ്പർക്കം പുലർത്താൻ കഴിയില്ല. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും മതേതര രാഷ്ട്രീയക്കാർ എന്ന് സ്വയം വിളിക്കുന്നവർ കാലങ്ങളായി തങ്ങളെ എങ്ങനെ അടിമകളാക്കിയിരുന്നു എന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുധാരയോട് ചേരുന്നതിൽ നിന്ന് ബോധപൂർവം അവർ അകറ്റി നിർത്തപ്പെടുത്തുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ പല പ്രചരണങ്ങളുടെയും ഫലമായി ഈ അവസ്ഥ കൂടുതൽ വഷളാവുകയാണ്. ഇന്ത്യയിലെ മുസ്ലിം ജനതയെ ചില പുരോഹിതരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹൈന്ദവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം, വൈവിധ്യം, സഹിഷ്ണുത, സാംസ്കാരികത ഇവയോട് ആദരവ് കാണിക്കുന്ന അയൽ രാജ്യമായ ഇന്തോനേഷ്യയിലെ മാതൃക നമുക്കൊക്കെ പ്രത്യാശ നൽകുന്നതാണ്. എന്തായാലും ഈ ആശയങ്ങളൊക്കെ ഇന്തോനേഷ്യൻ ദ്വീപുകളിലേക്ക് എത്തുന്നതിന് കാരണമായത് നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.